mean deviation. And the second, discrete frequency distribution. X തരും x1 x2 x3 etc. xn. പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി തരും f1 f2 f3 etc. fn. ഇങ്ങനെ തന്നാൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് കുറേ ഡാറ്റകൾ ഡാറ്റകൾ തന്നാണ്. കുറേ റോ ഡാറ്റ എന്നതിന് പറയാം. 10 കുട്ടികളുടെ മാർക്ക് ആ രീതിയിൽ. ഇവിടെ അങ്ങനെയല്ല, XIയും FIയും ഉണ്ടാവും. ഇങ്ങനെ തരുന്ന സമയത്ത് ആദ്യം മീൻ കണ്ടുപിടിക്കണം. മീൻ ഡിവിഷൻ അബൌട്ട് മീനാണെങ്കിൽ ആദ്യം മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാൻ ഈ കേസിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല x ബാർ = സിഗ്മ FI XI/n. n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിൻ്റെ ടോട്ടലാണ്. അതിലേക്ക് നമ്മൾ വരാം. n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിൻ്റെ ടോട്ടലാണ്. ഇവിടെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ FI × XI - X ബാർ /n ആണ് ഫോർമുല. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് x ബാർ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ = സിഗ്മ FI × XI - X ബാർ /n. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ് ഇപ്പം പറയുന്നത് ഈ കേസിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും പറയും. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിൽ ഇവിടെ ഫോർമുല ഇങ്ങനെയാണ് വരിക. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ m എന്ന് എടുക്കുകയാണെങ്കിൽ സിഗ്മ FI × XI - M /n ഉണ്ടാവും. എക്സ് ബാറിന് പകരം m ഉണ്ടാവും. എക്സ് ബാർ മീൻ, m എന്ന് പറഞ്ഞാൽ മീഡിയൻ. ഫോർമുല അങ്ങനെ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടിയും ഇങ്ങനെ വരുന്ന കേസിൽ XIയും FIയും തരുന്ന സമയത്ത് 10 മാർക്ക് കിട്ടിയ 5 ആൾ, 15 മാർക്ക് കിട്ടിയ 8 ആൾ, ഇങ്ങനെ XIയും അതിൻ്റെ ഫ്രീക്വൻസിയും തരുന്ന ഈ കേസിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും വരും, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും വരും. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ് ചോദിച്ചെങ്കിൽ ആദ്യം മീൻ കണ്ടുപിടിക്കണം. അരിത്മെറ്റിക് മീൻ കാണാൻ ഫോർമുല സിഗ്മ FI XI/n. അതിനുശേഷം മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ FI × XI - X ബാർ /n എന്നൊരു ഫോർമുല ഉപയോഗിക്കുക. അതിന് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് ചോദിച്ചെങ്കിൽ ആദ്യം മീഡിയൻ m കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ = സിഗ്മ FI × XI - മീഡിയൻ XI - M /n എന്നൊരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് കേസ്. അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്താൽ കൂടുതൽ ക്ലിയർ ആവും. Find mean deviation about mean. Find mean deviation about mean for the following data: XF അല്ലെങ്കിൽ XI/FI 2, 5, 6, 8, 10, 12. 2, 8, 10, 7, 8, 5. XIയും FIയും ഇപ്പോൾ 2 മാർക്ക് കിട്ടിയ 2 ആൾ, 5 മാർക്ക് കിട്ടിയ 8 ആൾ, 6 മാർക്ക് കിട്ടിയ 10 ആ ഒരു കേസിലായിരിക്കും XI/FIയും വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ടേബിൾ വരയ്ക്കുകയാണ്. XI/FI അതായത് 2, 2, 5, 8, 6, 10, 8, 7, 10, 8, 12, 5, 2, 2, 5, 8, 6, 10, 8, 7, 10, 8, 12, 5. ഇതാണ് ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. പിന്നെ XI/FI അടുത്ത FI/XI, പിന്നെ XI - X ബാർ, അടുത്ത് മോഡുലസ് ഓഫ് XI - X ബാർ, അടുത്ത FI × മോഡുലസ് ഓഫ് XI - X ബാർ. അപ്പോൾ നോക്കാം, ഓരോ നോക്കാം.
ഫ്രീക്വൻസി ആഡ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ഫ്രീക്വൻസിയുടെ ടോട്ടലിനാണ് n എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 10, 20, 40 ഉണ്ടാവും. n = 40. ഇവിടെ ക്യാപിറ്റൽ n ആണ്, ഫ്രീക്വൻസിൻ്റെ ടോട്ടലാണ് ക്യാപിറ്റൽ N. അപ്പോൾ ഇത് XI നമ്മൾ തന്നിട്ട് FIയും ക്വസ്റ്റ്യൻ തന്നിട്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുക, n, അതിനാണ് 40. ഇനി ഈ രണ്ട് കള്ളിയും തമ്മിൽ മൾട്ടിപ്ലൈ, അതാണ് FI XI. FIയും XIയും കൂടി മൾട്ടിപ്ലൈ, 2 2 4, അങ്ങനെ 5 8 40, 60, 7 56, 10 × 8 80, 12 5 60, ഇങ്ങനെ ഗുണിക്കുക, അത് ടോട്ടൽ ചെയ്യുക. അതാണ് സിഗ്മ FI XI എന്ന് പറയുന്നത്. FI XIൻ്റെ ടോട്ടലിനാണ് സിഗ്മ FI XI. ഇത് ടോട്ടൽ ചെയ്താൽ 300 ഉണ്ടാവും. ഇനി എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ കണ്ടുപിടിക്കാൻ നേരത്തെ ഒരു ഫോമുല എഴുതി. എക്സ് ബാർ ഞാൻ സിഗ്മ FI XI എന്നാണ് ഈ കേസിൽ എക്സ് ബാർ കാണാൻ ഫോമുല. സാധാ കേസിൽ കൂട്ടിയിരിക്കുകയാണ്. ഇവിടെ സിഗ്മ FI XI n. സിഗ്മ FI XI 300/300/n എത്ര 40, 340 കൊണ്ടായിരിക്കുക. അപ്പോൾ 7.5 ഉണ്ടാവും. 7.5 ഇതാണ് മീൻ. അങ്ങനെ ആദ്യം മീൻ കണ്ടുപിടിക്കണം. ഒന്നുകൂടി XI FI നമ്മൾ തന്നാണ്, ക്വസ്റ്റ്യനിലാണ്. ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുക, n 40 കിട്ടി. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, FI XI. അത് ആഡ് ചെയ്യുമ്പോൾ 300 40 അടിച്ചാൽ മീനായി. സിഗ്മ FI XI/n ആണ് മീൻ. ഇപ്പോൾ മീൻ 7.5. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ XI - X ബാർ. XI ഇതാണ്, ഇതൊന്ന് മീൻ കുറയ്ക്കുക. ഓരോ XIന്നും മീൻ കുറയ്ക്കുക. ഇപ്പോൾ 2 7.5 കുറയ്ക്കുക, 5 7.5 കുറയ്ക്കുക, 6 7.5 കുറയ്ക്കുക, 8 7.5 കുറയ്ക്കുക, 10 7.5 കുറയ്ക്കുക, 12 7.5 കുറയ്ക്കുക. ഇങ്ങനെ കുറയ്ക്കുക. 2 7.5 കുറച്ചാൽ -5.5 ഉണ്ടാവും. 5 7.5 കുറച്ചാൽ -2.5 ഉണ്ടാവും. 6 7.5 കുറച്ചാൽ -1.5 ഉണ്ടാവും. 8 7.5 കുറച്ചാൽ 0.5 ഉണ്ടാവും. 10 7.5 കുറച്ചാൽ 2.5 ഉണ്ടാവും. 12 7.5 കുറച്ചാൽ 4.5 ഉണ്ടാവും. അങ്ങനെ മൈനസ് ചെയ്യാം. XI നിന്ന് ആ മീൻ മൈനസ് ചെയ്യുക, എക്സ് ബാർ മൈനസ് ചെയ്യുക. എന്നിട്ട് ഇതിനൊക്കെ മോഡൽസ് എടുക്കുക. ഈ കുറച്ച് കിട്ടിയതിനൊക്കെ മോഡൽസ് എടുക്കുമ്പോൾ മൈനസൊക്കെ പ്ലസ്. അപ്പോൾ 5.5, 2.5, 1.5, 0.5, 2.5, 4.5. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് FIയും മോഡുലസ് ഓഫ് XI - X ബാറും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഈ കള്ളിയുള്ള FIയും ഈ കള്ളിയുള്ള മോഡുലസ് ഓഫ് XI - X ബാറും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2ഉം 5.5 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 5.5 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 കിട്ടും. ഇനി 8ഉം 2.5 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 20 ഉണ്ടാവും. ഇനി 10ഉം 1.5ഉം അപ്പോൾ 15 ഉണ്ടാവും. അടുത്തത് 7ഉം 0.5ഉം 35, 3.5. ഇനി 8ഉം 2.5 അപ്പം 20. 5ഉം 4.5ഉം ഇപ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ 22.5. ഇത് എങ്ങനെ ആഡ് ചെയ്യാം? അതാണ് സിഗ്മ എന്ന് പറഞ്ഞാൽ. സിഗ്മ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാം. സിഗ്മ FI × XI - X ബാർ. ഇത് മൊത്തം ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 92 എന്നാണ്. 92. ഇനി ഒരൊറ്റ ഫോമുല അപ്ലൈ ചെയ്യുന്നതോടുകൂടി ആൻസറായി. ഒന്നുകൂടി XI തന്നിട്ട് FI തന്നിട്ട് ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുക, അതാണ് n, ക്യാപിറ്റൽ N 40 കിട്ടി. പിന്നെ ഇത് രണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് കള്ളിയുമ്പോൾ അങ്ങനെ FI XI കിട്ടി. FI XI ടോട്ടൽ ചെയ്ത് അതാണ് സിഗ്മ FI XI 300 കിട്ടി. സിഗ്മ FI XI/n ആണ് മീൻ. അപ്പോൾ 7.5 ആണ് മീൻ. എക്സ് ബാർ 7.5 എന്ന് കിട്ടി. അങ്ങനെ എക്സ് ബാർ കിട്ടിയതിന് ശേഷം ആ 7.5 ഓരോ എക്സിൽ നിന്ന് മൈനസ് ചെയ്ത്, അതാണ് X - X ബാർ. ഓരോ എക്സ് നിന്ന് 2 കുറച്ച്, 5 കുറച്ച്, 6 8 10 12 ഇങ്ങനെ കുറച്ച് ആ കിട്ടിയ ഒക്കെ മോഡൽസ് എടുക്കുക. മോഡൽസ് ഓഫ് XI - X ബാർ
മൈനസൊക്കെ പ്ലസ് ആക്കുക, പ്ലസ്സൊക്കെ പ്ലസ് ആക്കുക. അത് കിട്ടി. അതിന് ശേഷം എഫ് ഐ എന്നുള്ള ഈ കള്ളിയും മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്നുള്ള ഈ രണ്ട് കള്ളിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 2 × 5.5, 8 × 2.5 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അത് കിട്ടുന്ന കള്ളിയാണ് ലാസ്റ്റ് കള്ളി. അതാണ് എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. അത് ടോട്ടൽ ചെയ്യുമ്പോൾ സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ, അത് 92 എന്ന് കിട്ടി. ഈ ഫോമിൽ അതാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ ഇതാണ് ഫോമുല. അതായത് 92നെ ഡിവൈഡ് ബൈ n എത്രയും 40, ഇത്രയേ ഉള്ളൂ. 92/40 അപ്പം 2.3 ആണ് ആൻസർ. ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഈ കേസിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഇനി നമുക്ക് പറയാനുള്ളത് ഇതേ കേസിൽ തന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് ഇതേ കേസിൽ നമ്മൾ പറയാനുള്ളത്. അത് വരുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, മീഡിയൻ കാണുന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ വന്നാൽ എങ്ങനെ ചെയ്യാം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എക്സ് ഐ എഫ് ഐ 33, 64, 95, 12, 13, 4, 15, 5, 21, 4, 22, 3. ഇതിൽ ആദ്യം മീഡിയം കണ്ടുപിടിക്കണം. മീഡിയം കണ്ടുപിടിക്കാൻ ശരിക്കും ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഈ കേസിൽ സാധാരണ കേസിൽ മീഡിയം കണ്ടുപിടിക്കാൻ അറേഞ്ച് ചെയ്തിട്ട് മിഡിൽ ടേം ആണ് മീഡിയൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും നോക്കുക, എക്സ് ഐ എഫ് ഐന് ശേഷം സി എഫ് നല്ല കുമുലേറ്റീവ് ഫ്രീക്വൻസി. എക്സ് ഐ എഫ് ഐ എന്ന് പറഞ്ഞാൽ നേരെ അങ്ങനെ 3, 6, 4, 9, 5, 12, 2, 13, 4, 15, 5, 21, 4, 22, 3. നിങ്ങൾ ടോട്ടൽ ഫ്രീക്വൻസിന് ടോട്ടലാണ് ക്യാപിറ്റൽ N. അത് 30 കിട്ടി. നമ്മൾ ചെയ്യുക N 30ൻ്റെ പകുതി എടുക്കുക, അതാണ് 15. N/2. N/2 എന്ന് പറഞ്ഞാൽ 15. 15th ഒബ്സർവേഷൻ നമുക്ക് ആവശ്യമുണ്ട്. 15th ഒബ്സർവേഷൻ എടുക്കുന്നത് ഞാൻ പറയാം. അതിന് ശേഷം 15th കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 15+1th ഒബ്സർവേഷനും വേണം. അതായത് 16th ഒബ്സർവേഷനും വേണം. ഒന്നുകൂടി ഫ്രീക്വൻസിയുടെ ടോട്ടൽ ചെയ്യാൻ 30, 30ന് പകുതി 15, 15ന് തൊട്ടടുത്ത് 16. അപ്പോൾ 15ാമത്തെ ഒബ്സർവേഷനും 16ാമത്തെ ഒബ്സർവേഷനും കിട്ടണം. 15ാമത്തെ ഒബ്സർവേഷൻ 16ാമത്തെ ഒബ്സർവേഷൻ കൂട്ടി രണ്ടുകൊണ്ടിരിക്കുന്നതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി 15ാമത്തെ ഒബ്സർവേഷൻ 16ാമത്തെ ഒബ്സർവേഷൻ അങ്ങനെ കിട്ടുക എന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നു. അതിനായിട്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. ഫ്രീക്വൻസി കുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ 3ൻ്റെ നേരെ 3 തന്നെ എഴുതുക. ഇനി 3ഉം 4ഉം കൂട്ടി 7 എഴുതുക. 7ഉം 5ഉം കൂട്ടി 12 എന്ന് എഴുതുക. 12ഉം 2ഉം കൂട്ടി 14, 14ഉം 4ഉം 18, 18ഉം 5ഉം 23, 23ഉം 4ഉം 27, 23, 30. ഈ 30 എന്നോട് അവസാനിക്കും. ഈ 3 എന്നോട് എഴുതുക. 3ഉം 4, 7, 7, 5, 12, 12, 2, 14, 14, 4, 18, 18, 5, 23, 23, 4, 27, 23, 30. ഇവിടെ കൂട്ടി കിട്ടുന്ന 30 തന്നെയായി ഇവിടെ അവസാനം കിട്ടുക. ഞാൻ പറയാൻ പോകുന്നത് 13ാമത്തെ ഒബ്സർവേഷൻ അല്ല 15ാമത്തെ ഒബ്സർവേഷൻ നമുക്ക് വേണ്ടി. 14 വരെ 12ആണ്. ഇത് ശരിക്കും 3 വരെയാണിത് കുമുലേറ്റീവ് ഫ്രീക്വൻസി. 7 വരെ അങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ 15ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ 13ആണ്. 15ാമത്തെ ഇതിൽ ഈ കള്ളിയിലാണ് വരിക. 14ാമത്തെ ഒബ്സർവേഷൻ 12ആണ്. 14ാമത്തെ ഒബ്സർവേഷൻ 12.
15 എന്ന് പറയുമ്പോൾ ഇതിലെത്തി, ഈ കള്ളിയിലെത്തി. അപ്പോൾ 15ാമത്തെ ഒബ്സർവേഷൻ 13 ആണ്. 16ാമത്തെ ഒബ്സർവേഷൻ 13 തന്നെ. 17ാമത്തെ ഒബ്സർവേഷൻ 13 തന്നെ. 18ാമത്തവും 13 തന്നെ. 19ാമത്തവും 13 തന്നെ. 20ാമത്തെ 13. 21ാമത്തതും 13. 22ാമത്തത് 13. അല്ല, 23ാമത്തതാകുമ്പോൾ 15ആയി. 22ാമത്തത് വരെ 13 ആണ്. 23 എത്തിക്കഴിഞ്ഞാൽ 15ആണ് ആൻസർ വരിക. അപ്പം ഈ 15ഒക്കെ ഇതിലാണ് വരിക. 16 കഴിഞ്ഞാൽ പിന്നെ 15. അപ്പം നമുക്ക് വേണ്ടി 15ാമത്തെ ഒബ്സർവേഷൻ 16ാമത്തെ ഒബ്സർവേഷനാണ്. അപ്പോൾ 15ാമത്തെ ഒബ്സർവേഷൻ 13 ആണ്. 16ാമത്തെ ഒബ്സർവേഷൻ 13 ആണ്. 15ാമത്തെ ഒബ്സർവേഷൻ 13 ആണ്. 16ാമത്തവും 13 തന്നെയാണ്. അപ്പം 14 വരെ ആണെങ്കിൽ 12 ആയിരുന്നു. 14 വരെ 12 ആണ്. 14 കഴിഞ്ഞ് ആണ് 15. അപ്പോൾ ഈ കള്ളിയിലാണ് വരിക. 15, 16, 17, 18 വരെയിലാണ് വരിക. 15, 16, 18 വരെ. 19 എത്തിക്കഴിഞ്ഞാൽ 15ആയി. 19 എത്തിക്കഴിയുമ്പോൾ ഇത് കഴിഞ്ഞ് 19 എത്തുമ്പോൾ ഇവിടെ മാറി. 19 എത്തുമ്പോൾ 15ആണ്. 20, 15, 21, 15, 22, 15 വരിക. അപ്പോൾ 18 വരെ 13 ആണ്. 15ാമത്തെ ഒബ്സർവേഷൻ 13, 16ാമത്തെ ഒബ്സർവേഷൻ 13, 17ാമത്തെ ഒബ്സർവേഷൻ 13, 18ാമത്തെ ഒബ്സർവേഷൻ 13. 18 കഴിഞ്ഞാൽ പിന്നെ ഈ കള്ളിയിൽ എത്തി. 19 ഈ കള്ളി. അപ്പം 15 വരിക. നേരത്തെ 13 എഴുതി പോയതാണ്. 19 ഒക്കെ 15 വരിക. എന്തായാലും 15ാമത്തെ ഒബ്സർവേഷൻ 13, 16ാമത്തെ ഒബ്സർവേഷൻ 13. ഇത് രണ്ടോട്ട് കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. 13 കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. എന്നാൽ 26/13, 26/3 എന്ന് പറഞ്ഞാൽ 26/2. രണ്ടോട് കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 13 തന്നെ. അപ്പോൾ ഇതാണ് മീഡിയൻ. മീഡിയൻ ഈസ് ഈക്വൽ ടു 13. ഒന്നുകൂടെ പറയാം. XI കിട്ടി, FI കിട്ടി. ഫ്രീക്വൻസിയുടെ ടോട്ടൽ N 30 കിട്ടി. 30ന് പകുതി എടുക്കുക 15. 15 1 കൂട്ടിയ 16. അപ്പോൾ 15ാമത്തെയും 16ാമത്തെയും ഒബ്സർവേഷൻ കണ്ടുപിടിക്കണം. 15ാമത്തെയും 16ാമത്തെയും ഒബ്സർവേഷൻ എത്രയാണെന്ന് കിട്ടിയാൽ രണ്ടോട് കൂട്ടി 2 കൊണ്ട് ഹരിക്കുന്നതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി 15ാമത്തെ ഒബ്സർവേഷന് 16ാമത്തെ ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നോക്കുക. ഇത് ശരി, 14 വരെയാണിത്. 14 വരെ 12 14 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈലാണ്. 15, 16, 17, 18 ഈലാണ് വരിക. 14ൻ്റെ ആണെങ്കിൽ 12ആണ്. 14ാമത്തെ ഒബ്സർവേഷൻ 12ആണ്. 15 എന്ന് പറയുമ്പോൾ ഇതൊന്ന് വിട്ടുപോയി. 15ാമത്തെ ഒബ്സർവേഷൻ, 16ാമത്തെ ഒബ്സർവേഷൻ, 17ാമത്തെ ഒബ്സർവേഷൻ, 18ാമത്തെ ഒബ്സർവേഷൻ 13 തന്നെ. 18 കഴിഞ്ഞാൽ 19 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിപ്പോയി. 19ാമത്തെ ഒബ്സർവേഷൻ 15ആണ്. 20ാമത്തും 21, 22, 23ാമത്തെ ഒബ്സർവേഷൻ വരെ 15 വരും. അങ്ങനെയാണ് ഒബ്സർവേഷൻ വരുന്നത്. നമുക്ക് 15ഉം 16 വേണ്ടി. 15ഉം 16 നോക്കുമ്പോൾ 15ഉം 13 തന്നെ, 16ഉം 13 തന്നെ. ഏകദേശം 2 സെയിം ആയിട്ട് ഒരു കള്ളി തന്നെ ആയി വരിക. അപ്പോൾ 13ഉം 13ഉം കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ 13ആണ് മീഡിയൻ. അങ്ങനെ മീഡിയൻ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ വിഷയമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ വരച്ച മാതിരി കള്ളി വരയ്ക്കുക. ആ കള്ളി XI, FI, three, 6, 4, 9, 5, 12, 2, 13, 4, 15, 5, 21, 4, 22, 3. ഇത് കൂട്ടിയാൽ നേരത്തെ നമുക്ക് കിട്ടിയ N = 30. ഇനി XI - M. പിന്നെ മോഡുലസ് ഓഫ് XI - M. ഇതിനൊക്കെ മോഡുലസ് എടുക്കുക. പിന്നെ FI × മോഡുലസ് ഓഫ് XI - M. നേരത്തെ മെയിൻ പകരം ഇവിടെ മീഡിയൻ M ആണ് വരിക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ XI എഴുതി, FI എഴുതി. ഫ്രീക്വൻസിയുടെ ടോട്ടൽ 30 കിട്ടി. XI ന്ന് M കുറയ്ക്കാം. M 13 ആണ്. അപ്പോൾ 3 13 കുറയ്ക്കുക. 6 13 കുറയ്ക്കാം. 9 13 കുറയ്ക്കുക. 12 13 കുറയ്ക്കാം. 13 13 കുറയ്ക്കാം. 15 13 കുറയ്ക്കാം. 21 13 കുറയ്ക്കാം. 22 13 കുറയ്ക്കാം. അങ്ങനെ കുറച്ചുകൂടെ എഴുതാം.
അപ്പോൾ 13 13 കുറച്ച് -10 -7 -4 -1 0 2 8 9 അങ്ങനെ കിട്ടും കുറച്ചാൽ. ഇതിൻ്റെയൊക്കെ മോഡുലസ് എടുക്കുമ്പോൾ 10 7 4 1 0 2 8 9. ഇനി അത് ഗുണിക്കേണ്ടത് FI എന്നുള്ള കള്ളിയും ഈ മോഡുലസ് ഓഫ് XI - XM എന്നുള്ള കള്ളിയും കൂടി ഗുണിക്കുക. 3 × 10 30 ഇങ്ങനെ ഗുണിക്കുക. 4 7 4 28 4 5 20 അതിങ്ങനെ ഗുണിക്കുക. 2 1 2 4 × 0 0 5 × 2 10 8 4 32 9 3 27 അതിങ്ങനെ ടോട്ടൽ ചെയ്യുക. അതാണ് സിഗ്മ FI × XI - M. അത് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടും 149. അപ്പോൾ ഇതിങ്ങനെ ടോട്ടൽ ചെയ്യാം. അപ്പോൾ 149 ഉണ്ടാവും. FI ൻ്റെ മോഡുലസ് ഓഫ് XI - M ഇങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ 149. ഇനി ഫോർമുല എഴുതിയ മാത്രമേ ഉള്ളൂ. ഫോർമുല മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഈസ് ഈക്വൽ ടു സിഗ്മ FI × മോഡുലസ് ഓഫ് XI - M/N. അതായത് ഇവിടെ കിട്ടിയതാണ് 149നെ ഈ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 149/30 അപ്പോൾ 4.97. അതാണ് എൻ്റെ ആൻസർ. ഒന്നുകൂടി പറയാം. XI FI തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉപയോഗിച്ച് മീഡിയൻ കണ്ടുപിടിക്കും. മീഡിയൻ 30 കിട്ടി. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാക്കിയിട്ട് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ച മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ XI - മീഡിയൻ. മീഡിയൻ 13 ആണെങ്കിൽ ഓരോ XIന്നോ 13 ഇങ്ങനെ കുറയ്ക്കുക. അത് കുറച്ചുകൂടെ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മോഡുലസ് എടുക്കുക. മൈനസൊക്കെ പ്ലസ് ആക്കി മോഡുലസ് എടുക്കുക. അതാണ് മോഡുലസ് ഓഫ് XI - M. അതിനുശേഷം ഒരു കള്ളിയുള്ള ഈ കള്ളി തമ്മിൽ ഗുണിക്കുക. 3ഉം 10ഉം ഗുണിക്കുക 30 4 7 4 28 4 5 20 1 2 4 0 0 5 × 2 10 4 × 8 32 3 × 9 27. ഗുണിച്ചതിന് ശേഷം അതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 149. സിമ്പിളാണ്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ അപ്പോൾ 149 കിട്ടി. അതാണ് സിഗ്മ FI × XI - M. ഇനി ഈ 149 30 കൊണ്ട് അടിച്ചാൽ നമ്മളെ ആൻസറായി. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഈസ് ഈക്വൽ ടു ഇവിടെ കിട്ടിയ 149 n കൊണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ മീൻ ഡീവിയേഷനിൽ തന്നെ അബൌട്ട് മീനും അബൌട്ട് മീഡിയനും ഉണ്ടാവും. ഓരോ കേസിലും അബൌട്ട് മീനും വരെ അബൌട്ട് മീഡിയനും ചോദിക്കാം. ഇതിന് 3 കേസുകൾ. ഫസ്റ്റ് കേസിൽ റോഡായിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പർ മാത്രം തരും. ഒരു ലൈൻ മാത്രമേ ഉണ്ടാവും. 10 കുട്ടികളുടെ മാർക്ക് ആ രീതിയിൽ തരും. അല്ലെങ്കിൽ കുറച്ച് ബാറ്റ്സ്മാൻ്റെ റണ്ണ് ആ രീതിയിൽ. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും കാണുന്നു, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണുന്നു. മീൻ കണ്ടിട്ട് ആണ് അബൌട്ട് മീൻ കാണുക. പിന്നെ മീഡിയൻ കണ്ടതിന് ശേഷം അബൌട്ട് മീഡിയൻ കാണുക. ആ കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു. രണ്ടാമത്തെ കേസ് XI FI എന്നുള്ള രൂപത്തിൽ XI 2 ലൈനും ഇങ്ങനെ ഉണ്ടാവും. XIയും തരും FIയും തരും അതിൻ്റെ ഫ്രീക്വൻസി. അങ്ങനെ തരുന്ന സമയത്ത് അവിടെയും മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും ചോദിക്കുക, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും ചോദിക്കുക. മീനാണ് ചോദിച്ചെങ്കിൽ ആദ്യം മീൻ കണ്ടുപിടിക്കുക. FI XI എന്നുള്ള ഫോമുല പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മീൻ കണ്ടുപിടിച്ചതിന് ശേഷം ആ കള്ളി വരച്ചിട്ട് നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കും. പിന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിൽ മീഡിയൻ ഉണ്ടാക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് മീഡിയൻ കണ്ടുപിടിക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ മീഡിയൻ M കിട്ടിയതിന് ശേഷം പിന്നെ കള്ളി വരച്ച് XI FI XI - M അങ്ങനെ കള്ളി വരച്ചതിന് ശേഷം അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോമുല അപ്ലൈ ഇവിടെ കിട്ടും, ടോട്ടൽ കിട്ടും. ഇതിൻ്റെ ടോട്ടൽ ഇവിടെയും കിട്ടും. അങ്ങനെ ഈ 149 30 കൊണ്ടായിരിക്കുക. അപ്പോൾ സിഗ്മ FI ൻ്റെ XI - മീഡിയൻ / N എന്നുള്ള ഫോമുല ഉപയോഗിച്ചാൽ മെയിൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും കിട്ടും. ഇപ്പോൾ 2 കേസ് കഴിഞ്ഞ് ഇനി ഒരു കേസുള്ള അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അത് ക്ലാസ് ആവൃത്തി എന്നുള്ള ടൈപ്പാണെങ്കിൽ ചിലപ്പോൾ പരിചയം ഉണ്ടാവും. ആ ഒരു കേസ് വരികയാണെങ്കിൽ അതിലും മീൻ ഡീവിയേഷൻ അബൌട്ട് മീനുണ്ടാവും, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഉണ്ടാവും. അങ്ങനെ 3 കേസുകൾ ആ കേസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ.